ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങാൻ ഒരു അവസരം നൽകുന്നതിനെ ഓർത്ത് കർത്താവിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്കൊരു ഹൃദയം നൽകിയ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഈ അനുഗ്രഹപ്രദമായ സമയം ഹൃദയത്തിൽ ആനന്ദത്തോടെ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിയാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവവുമായി ഒന്നാകാൻ, ദൈവവുമായി ഐക്യപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ബ്രിഡ്ജ് ആണ്, ഒരു പാലം ആണ്, ഒരു ഉപാധിയാണ് പ്രാർത്ഥന. Prayer is a bridge that connects people with God. സാധാരണ ജീവിതത്തിൽ യാത്രയ്ക്ക് ഇടയിലുള്ള ചില തടസ്സങ്ങൾ മറികടക്കാനാണ് പാലം ഉപയോഗിക്കുന്നത്. അതുപോലെ ആത്മീയവും ഭൗതികവുമായ തലത്തിലുള്ള തടസ്സങ്ങളെ തരണം ചെയ്യാൻ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന തടസ്സങ്ങളെ മറികടക്കാൻ പ്രാർത്ഥന എന്ന മഹാശക്തി നമുക്ക് ആവശ്യമാണ്. പുരാതന കാലത്ത് പാലം എന്താണ് എന്നോ പാലത്തിൻ്റെ ഉപയോഗം എന്താണെന്നോ ആർക്കും അറിയാത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം പാലം പണിയാൻ തുടക്കമിട്ട അല്ലെങ്കിൽ പാലം പണിയാൻ തീരുമാനമെടുത്ത വ്യക്തിയെ പലരും കളിയാക്കിയിട്ടുണ്ടാകാം. പിന്നീട് ആ പാലം കൊണ്ടുവന്ന സൗകര്യങ്ങൾ, നന്മകൾ ഇവ കണ്ടപ്പോൾ എല്ലാവരും ഒത്തിരി അധികം സന്തോഷിച്ചിട്ടുണ്ടാകും. ഇവിടെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള അകൽച്ച മാറ്റാൻ യേശു കുരിശു വഹിച്ചുകൊണ്ട് കുരിശു മരണത്തിലൂടെ സ്വയം ബലിയർപ്പിച്ചിട്ട് നാം ദൈവസന്നിധിയിൽ നീതിമാന്മാരായി നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം ഒരുക്കി തന്നു. മാനവരാശിക്ക് മുഴുവൻ പാപമോചനം നൽകിയ ഈശോയുടെ ഓരോ തുള്ളി തിരുരക്തം ഈ നിമിഷം വീണ്ടും നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മെ ഒരുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടും പ്രതീക്ഷയോടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തും തീർച്ചയായും നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിച്ചാൽ ലഭിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ഇത്തരം ശക്തമായ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ ഉറപ്പായി ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ഈ ചാനലിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കും നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും, ഒപ്പം ഈ പ്രാർത്ഥന ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റെല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങൾ എഴുതുന്ന എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യക്കാരുടെ പേര് സഹിതം കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി, സമാധാനപരമായ ഉറക്കം നൽകി, അതിരാവിലെ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രതി, അങ്ങയുടെ മഹത്വത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ കുരിശു മരണത്തിലൂടെ ദൈവവും മനുഷ്യരുമായി അനുരഞ്ജിപ്പിച്ച
ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കർത്താവെ അങ്ങയുടെ കരുണയുള്ള കരത്തിൻ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ഞങ്ങൾക്കിന്ന് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ആ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും നൽകി അനുതാപവും പശ്ചാത്താപവും നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ദാരിദ്ര്യം, പട്ടിണി, എല്ലാ അവസ്ഥകളെയും ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് സാമ്പത്തിക സ്ഥിരതയിലേക്കും സുഭിക്ഷതയിലേക്കും ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കടങ്ങളും എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മാർച്ച് മാസത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ കരുതൽ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ. കർത്താവേ, ഈ നിമിഷം വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അവരുടെ വിവാഹ തടസ്സങ്ങൾക്കുള്ള കാരണങ്ങൾ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് അയച്ച് ഇപ്പോൾ തന്നെ ദൈവം നിശ്ചയിച്ച വിവാഹത്തിലേക്ക് അവരെ കൈപിടിച്ചു നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും സാക്ഷികളായി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകി വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്നവർക്കും അവരുടെ ഭാവി ജീവിത പങ്കാളിയെയും ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരെ എല്ലാം ഈ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യമായ സ്നേഹവും കൃപയും കൊണ്ട് എല്ലാ ദമ്പതികളെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരോടും പറയാൻ കഴിയാത്ത അവരുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും മുറിവുകളും സുഖപ്പെടുത്തുകയും അവരുടെ ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വെളിച്ചവും അങ്ങയുടെ അത്ഭുത ശക്തിയുടെ സാക്ഷ്യവുമായി മാറുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തിലും ഭാവി കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ അവർക്ക് അത്ഭുതകരമായ ജ്ഞാനവും അറിവും ബുദ്ധിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സഹായവും അനുഗ്രഹങ്ങളും നൽകണമേ. അവരുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ജീവിതത്തിൽ ഉന്നത നിലവാരം നൽകി ഭാവി സുരക്ഷിതത്വം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവരെയും ഈ സമയം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. രോഗികളായ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ അവിടുത്തെ അത്ഭുത കരങ്ങൾ നീട്ടി അവരെ സുഖപ്പെടുത്തണമേ. അവരുടെ രോഗപീഠകളിൽ നിന്ന് ഇപ്പോൾ തന്നെ അവരെ കരകയറ്റി ആരോഗ്യപരമായ ജീവിതം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും പരസഹായം കൂടാതെ അവർ ദൈവത്തിനു വേണ്ടി സാക്ഷികളായി മാറുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, രോഗികളായ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട
ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവെ, ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. കർത്താവായ ദൈവത്തെ അറിയുകയും പിതാവായ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുകയും ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും എല്ലാവരോടും അനുകമ്പയോടെ നോക്കുന്നതിനും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വഴികളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുത്തുമാറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നദി പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ അവിടുന്ന് ശക്തമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാക്കി എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, അപ്രതീക്ഷിതമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും നേരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ഭീഷണികളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്തി, ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പൈശാചിക ബന്ധനങ്ങളെയും മറികടക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഞങ്ങളെ ആവരണം ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ദിവസമാക്കി ഇന്ന് ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇന്ന് വിജയം നൽകി മഹത്വം നൽകി അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിച്ച് എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ ഉപദേശിക്കുകയും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് നോക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അവിടുന്ന് അറിഞ്ഞ് ഇന്നിപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണമേ. അനുഗ്രഹങ്ങളുടെ അഭിവൃദ്ധിയുടെ ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഒപ്പം ദൈവികമായ അനുതാപവും പശ്ചാത്താപവും നൽകി ദൈവത്തോടെപ്പോഴും അനുരഞ്ജനപ്പെടുന്നതിനും മനുഷ്യരോടും ദൈവത്തോടും അനുരഞ്ജനപ്പെട്ട് ദൈവിക കൃപകളാൽ ദൈവവിശുദ്ധിയാൽ ജീവിക്കുന്നതിന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് അവിടുന്ന് വീണ്ടെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. വലിയ ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകണമേ. അവർക്ക് അസാധ്യമായത് ദൈവമേ നീ സാധിച്ചു കൊടുക്കണമേ. കർത്താവായ ദൈവമേ, നിൻ്റെ അത്ഭുത കരങ്ങൾ ഇന്ന് ഈ മക്കളോടുകൂടെ പ്രവർത്തിച്ച് വലിയ അനുഗ്രഹങ്ങൾക്ക് ഇവരെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം അവിടുന്ന് ഒരുക്കിത്തരണമേ. ജോലിയിൽ അംഗീകാരവും അഭിവൃദ്ധിയും നൽകി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും നന്ദിയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാര്, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.